ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ലോഡിന്റെ പോക്കറ്റ്സ് ഒരുമിച്ച് വന്ന് പൊട്ടിച്ച ഒരു ബോംബിനെ കുറിച്ചാണ്. ഈ പാടത്തിൽ അഭിനയിച്ചേക്കുന്നത് നമ്മുടെ SRKയുടെ മോള്, പിന്നെ അമിതാഭ് ബച്ചന്റെ മോളുടെ മോൻ, പിന്നെ നമ്മുടെ മുല്ലപ്പൂ ചേച്ചിയുടെ അനിയത്തി. അങ്ങനെ മൊത്തം വാഴകളാ. എന്നെ പറഞ്ഞാൽ മതിയല്ല, നിന്നെയൊക്കെ തീറ്റി പൂച്ച സമയത്ത് 3 ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. ബാഡ് ഐഡിയ. പാടം തുടങ്ങുന്ന ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഡൂഡ് ഇന്ത്യക്ക് വരും. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു ചെമ്പരത്തി പൂ വെച്ചിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ട് ഇങ്ങനെ ക്രഷ് അടിച്ചിട്ട് കല്യാണം കഴിക്കുക. അങ്ങനെ ഇവർക്ക് കുറച്ച് വാഴകൾ ഉണ്ടാവും. എന്നിട്ട് ആ വാഴകളെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഇന്ത്യയിലെ ഒരു പഞ്ചായത്ത് തുടങ്ങും, ഒരു പേട്ട പഞ്ചായത്ത്. പിന്നെ പഞ്ചായത്തുകാർക്ക് പിള്ളേരുണ്ടായിട്ടുണ്ടെങ്കിൽ 5 വയസ്സ് വരെ ആ പിള്ളേര് ഇവർ നിരീക്ഷിക്കും. എന്നിട്ട് ആ പിള്ളേര് വാഴകളാണെങ്കിൽ ആ പഞ്ചായത്തിന്റെ അപ്പുറത്തെ പറമ്പിൽ ഇവർ ഒരു മരം നടും. അങ്ങനെ ഇവർ നട്ട് ആ പഞ്ചായത്ത് ഒരു കാടായിട്ട് മാറും. ഇത്ര മനോഹരമായ ആചാരങ്ങൾ. എന്തായാലും മരം നട്ടത് നന്നായി. വാഴ നട്ടെങ്കിൽ ആ പഞ്ചായത്ത് ഒരു വാഴത്തോട്ടായി മാറിയാനെ. എന്ത് രസാടാ വാഴ ഇങ്ങനെ തഴച്ചു വളർന്ന് നിൽക്കുന്ന കാണാൻ. പിന്നെ വർഷങ്ങൾ കഴിയും. പിന്നെ അന്നത്തെ വാഴകൾ വലുതായി ഏകദേശം ഈ സൈസാവും. ഇവനാണ് ഈ സിനിമയിലെ നായകൻ. ഇവനെ കുറിച്ച് പറയണെങ്കിൽ ആ പഞ്ചായത്തിന് വലിയ പാട്ട് പാടുന്ന ആളാ. വീരൻ പടിയോടെ പൊന്മുടിയേട് കൊട്ടിക്കേറും മേളം, ഇത് മുള്ളം പന്നി അവിടെ എന്തും മേളം, ഇന്ന് അക്കരെയുള്ളവർ ഇക്കരെ എത്തി തക്കിടി തക്കിടി മേളം. പിന്നെ നമ്മുടെ മച്ചാൻ്റെ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ SRKയുടെ മോൾക്ക് ക്രഷ് അടിക്കും. പിന്നെ അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോളിവുഡിലെ ഏറ്റവും തോൽവിയായിട്ടുള്ള നെപ്പോക്കിഡ് അവളാണ്. എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. ഒരു പൊട്ടനാ, കൊച്ചുകുട്ടികളുടെ സ്വഭാവം അവന്. അങ്ങനെയാണെങ്കിൽ തൽക്കാലം നമുക്ക് ഇവൾക്ക് ഒരു പേരിടാ, ടിൻറ്റുമോൾ. നല്ല പേര്. പിന്നെ ഇവൾക്ക് ആ പഞ്ചായത്തിൽ മാമാട്ടിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട്. ഇവര് രണ്ടുപേരും കട്ട ഫ്രണ്ട്സ് ആണ് ഗൈസ്. ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടു. പിന്നെ ഒരു ദിവസം നമ്മുടെ ടിൻറ്റുമോൾ ഒരു പാർട്ടി വെക്കാനായിട്ട് തീരുമാനിക്കും. എന്തിനാ പാർട്ടി എന്ന് വെച്ചാൽ ചുമ്മാ ഇവളുടെ തന്ത ഭയങ്കര റിച്ചാ, അപ്പൊ എന്ത് വേണമെങ്കിലും ആവാലോ. എന്നിട്ട് അവള് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ വിളിക്കും. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കും. ഇവളിങ്ങനെ വെറുപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മാമാട്ടി കൂട്ടി വന്നിട്ട് അവളുടെ മാസ്റ്റർ പീസ് സ്റ്റെപ്പ് ഇടും. ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രപ്പൻ. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോ പാർട്ടി കഴിയും. അത് കഴിഞ്ഞിട്ട് ടിൻറ്റുമോള് നമ്മുടെ മച്ചാനെ വിളിച്ചിട്ട് ഇന്ന് നമുക്ക് അവരാധിക്കണ്ടേന്ന് ചോദിക്കും. അപ്പൊ എന്നെ അവളുടെ തന്ത വന്നിട്ട് വീട്ടിൽ കയറി അവരാധിക്ക് പിള്ളേരെ എന്ന് പറയും. പിന്നെ ഇതൊക്കെ നമ്മുടെ മാമാട്ടിക്കുട്ടി കാണും. എന്നിട്ട് അവളാകെ സേഡാവും. കാരണം നമ്മുടെ മച്ചാനെ ഇവൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ വിഷമം മാറാൻ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ലാലേട്ടന്റെ പാട്ടും ഒരു കട്ടനും തീർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? പിന്നെ അടുത്ത ദിവസം നമ്മുടെ മച്ചാനും ടിൻറ്റുമോളും കൂടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകും. എന്നിട്ട് ഒരു റൂം തരുമെന്ന് ചോദിക്കും. അപ്പൊ അവിടുത്തെ അറ്റൻഡർ സ്കൂൾ പിള്ളേർക്ക് ഒന്നും ഇവിടെ റൂമില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഇവളുടെ തന്തേനെ വിളിക്കും. എന്നിട്ട് ഇയാൾ എനിക്ക് റൂം തരുന്നില്ല, ഇതൊന്ന് സെറ്റാക്കി തരണം, ഇയാളോടൊന്ന് പറഞ്ഞ് ശരിയാക്കണം എന്ന് പറയും. അപ്പൊ എന്നെ ഇവളുടെ തന്ത അറ്റൻഡറിനെ വിളിച്ചിട്ട് റൂം കൊടുക്കാൻ പറയും. നിങ്ങപ്പോ ചോദിക്കും ഇവളുടെ തന്ത എന്തെങ്ങനെയെന്ന്. കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടിൻറ്റുമോളായിട്ടുള്ള കലാപരിപാടി കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ മച്ചാൻ നമ്മുടെ മാമാട്ടിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോകും അടുത്ത കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മുടെ മച്ചാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. എടാ, എന്റെ ഒരു ഫ്രണ്ടിന് ഒരു ലൈനുണ്ട്. ആ ലൈന് അവളെ ഒരു ഫ്രണ്ടിന്റെ ലൈനോട്ട് ലൈനാ. എടാ, എനിക്കിത് അറിയാൻ വയ്യ. അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. പിന്നെ ഇവരുടെ പഞ്ചായത്തിലൊരു സ്കൂളുണ്ട്. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ടൈം പാട്ടുപാടലും ഡാൻസ് കളിയാണ് ആ സ്കൂളിലെ മെയിൻ പരിപാടി. ആ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ കട്ട വീടാണ്. ഞാനേ കണ്ടുള്ളൂ.
ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മച്ചാൻ ഒരു ദിവസം ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ കാണുമ്പോ വീണ്ടും ക്രഷ് അടിക്കും, എന്നിട്ട് അവളെ അങ്ങ് വളയ്ക്കും. പിന്നെ നമ്മുടെ മച്ചാൻ ഈ കോഴിത്തരം കാണിക്കുന്നത് നമ്മുടെ ടിൻറ്റുമോളും നമ്മുടെ മാമാട്ടിക്കൂട്ടി കാണും, എന്നിട്ട് അവരെല്ലാവരും കൂട്ടിയിട്ട് നമ്മുടെ മച്ചാൻ ഒരു പാർട്ടിക്ക് പോയിട്ട് അവരെ ആശ്വസിപ്പിക്കും. കരയാതെ ഇന്ത്യ എന്തിനാ വീണ്ടും വീണ്ടും ഉപഗ്രഹങ്ങൾ വിടുന്നത്? ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി. ഇന്ത്യക്ക് മാത്രം മതി വികസനം, അണ്ണനും വേണ്ട വികസനം. കരയാതെ അണ്ണനൊന്ന് വികസിച്ചോട്ടടി. പൊന്നോ, ഇതെങ്ങനെ സാധിക്കുന്നു അളിയാ? പിന്നെ നമ്മുടെ മച്ചാൻ ആ പാർട്ടിയിൽ വെച്ചിട്ട് ഒരു പാട്ട് പാടും, അപ്പൊ ആ പെണ്ണുങ്ങളുടെ വിഷമമൊക്കെ മാറും. കടുവായക്കിടുവ പിടിക്കുന്നേ ഹംബംബോ മരയൊന്തിന് ചായം പൂശുന്നേ അയ്യ കമോൺ എവരിബഡി കനവും പോയേ കളവും പോയേ കാനായി കുട്ടിച്ചാത്ത സ്വാഹ ആഹ ആഹ സ്വാഹ ഹോയ് ഹോയ്. പിന്നെ ഇവൻ പാടുന്ന പാട്ട് ഭയങ്കര ശോകാണെങ്കിൽ ഇവൻ കളിക്കുന്ന ഡാൻസ് അതിലും ശോക. പിന്നെ ഒരു ദിവസം ഇവര് സ്കൂളിൽ നിന്ന് കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പിന് പോവും. ട്രിപ്പിന് പോകുന്ന സമയത്ത് അവിടെ കണ്ണാട വെച്ചൊരു ഡൂഡിനെ അവിടെയുള്ള ഒരു ചെക്കനെ അങ്ങനെ നൈസായിട്ട് പ്രപ്പോസ് ചെയ്യും. അപ്പൊ അവൻ നല്ല ഊക്ക് അങ്ങ് തിരിച്ചു കൊടുക്കും, അങ്ങനെ അവൻ സേഡാവും. ഇങ്ങനെ കരയിലടാ ചാടി ചാവും, ഒരാളുടെ ശല്യങ്ങളും കുറഞ്ഞു കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മറ്റവൻ ഇവന്റെ റൂമിൽ പോയിട്ട് നൈസായിട്ട് അവനെ ആശ്വസിപ്പിക്കും. പിന്നെ ട്രിപ്പിന്റെ ഇടയിൽ നമ്മുടെ മച്ചാൻ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മുടെ മാമാട്ടിക്കുട്ടി കാണുമ്പോ സേഡാവും. എന്നിട്ട് ഇവിടെ വിഷമം മാറാനായിട്ട് നമ്മുടെ ഏട്ടന്റെ പാട്ട് പാടി ആശ്വസിക്കും. വീൻ എന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടന് വേണ്ടി ഒരു പാട്ടുണ്ട്. പിന്നെ ഇവര് രണ്ടുപേരും വന്നല്ലാവും. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവും അവനൊരു കോഴിയാന്ന്. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടി അവന്റെ അടുത്തേക്ക് പോയിട്ട് അവനെ നൈസായിട്ട് ബ്രേക്കപ്പ് ആവും. പിന്നെ ഒരു ദിവസം ഇവരുടെ പഞ്ചായത്തിലുള്ള ഒരു റിച്ച് മച്ചാൻ നൈസായിട്ട് ഈ പഞ്ചായത്തുകാരുടെ വാഴകൃഷിയുള്ള സ്ഥലം നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കും. എന്നിട്ട് അതിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ പിള്ളേരറിയാം. എന്നിട്ട് ഒരു സമരം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കും. സമരം നിറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മച്ചാനെ കൊണ്ട് പാട്ട് പാടി സമരം ചെയ്യുക. എന്നിട്ട് നമ്മുടെ മച്ചാൻ ഒരു പാട്ട് പാടിയിട്ട് ആ മരം മുറിക്കാൻ വന്നവരെ പേടിപ്പിച്ച് വിടും. ഇവന്റെ ഈ പാട്ട് കേട്ട് സഹിക്കാൻ പറ്റാണ്ട് ആ മരം മുറിക്കാൻ വന്ന ആൾക്കാരെ പഞ്ചായത്ത് വിട്ട് തന്നെ പോവും. അങ്ങനെ ആ പിള്ളേര് ആ സമരം അങ്ങ് ജയിക്കും. അങ്ങനെ സമരം ജയിച്ച സന്തോഷത്തിൽ പിള്ളേര് സൈക്കിൾ ചവിട്ടും. അങ്ങനെ പടം കഴിഞ്ഞു. ഈ പടത്തിനെ കുറിച്ച് പറയണെങ്കിൽ വെറും പേട്ടപ്പടം. പിന്നെ ഈ പടം നടക്കുന്ന 1970 നോർത്ത് ഇന്ത്യ എന്നാണ് പറയണത്. ഈ പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോലും എനിക്ക് മനസ്സിലായില്ല അത് ഏതടുപ്പിലെ നോർത്ത് ഇന്ത്യ എന്ന്. തമ്പുരാനറിയാ.